എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലത്തെ ഒരു കുർത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രണ്ടിൽ ബോക്സ് പ്ലീറ്റ് വന്നിട്ട് വീനക്ക് വരുന്ന മോഡലിലുള്ള ഒരു കുർത്തിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു റെഫറൻസ് വീഡിയോ ആണ്. നമുക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് അതേപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ എന്റെ കയ്യിൽ പ്ലെയിൻ ആയിട്ട് 2 മീറ്റർ ക്ലോത്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഈ 2 മീറ്റർ ക്ലോത്തിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലുള്ള അത്രയും ഇറക്കത്തിലുള്ള ഒരു സ്ലീവ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 2.5 മീറ്റർ ക്ലോത്ത് എടുക്കുക. നല്ല വിടുത്തുള്ള ക്ലോത്ത് എടുക്കുക കേട്ടോ. അപ്പൊ എന്റെ കയ്യിൽ റയോൺ മെറ്റീരിയൽ ആണ്. 44 ഇഞ്ചാണ് വിടുത്ത്. അപ്പൊ ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. ഇതിലേക്ക് 2 മീറ്റർ കോട്ടന്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ക്ലോത്ത് നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ് എടുക്കാതെ ചെയ്യാം കേട്ടോ. വിടുത്ത് അനുസരിച്ചിട്ടാണ് മടക്കുന്നത്. പ്ലെയിൻ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിടുത്ത് അനുസരിച്ചിട്ട് മടക്കാം. അതായത് വിടുത്തിന് ലെങ്ത് ആക്കി എടുത്തിട്ടാണ് മടക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ 2 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ 4 ആക്കി മടക്കിയാണ് ചെയ്യുക. ഇവിടെ നമുക്ക് കട്ടിങ്ങിലൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് 2 ആക്കി മടക്കുന്നത്. എ ലൈൻ മോഡലിലുള്ള കുർത്തിയാണ്. ഫ്രണ്ടിൽ മാത്രമാണ് ബോക്സ് പ്ലീറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 16, ഇവിടെ ഇപ്പൊ എനിക്ക് 17 ഇഞ്ച് കിട്ടുന്നുണ്ട്. 16 ഇഞ്ച് മുതൽക്ക് 20 ഇഞ്ച് വരെ മടക്കിയിടുമ്പോൾ ക്ലോത്തിന് വിടുത്ത് ഉണ്ടാവണം കേട്ടോ. അതായത് നമ്മൾ 2 ആക്കിയിട്ടാണ് മടക്കിയിട്ടത്. മടക്കിയിടുമ്പോൾ നമുക്ക് കിട്ടുന്ന വിടുത്ത് 16ന്റെയും 20ന്റെയും ഇടക്കായിട്ട് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് എ ലൈൻ കുർത്തി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 20ൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആവുന്ന സമയത്ത് താഴ്ഭാഗം ഇങ്ങനെ ഇറങ്ങിയിരിക്കും. അപ്പൊ 20 വരെ എടുത്താൽ മതി. ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മളൊരു എ ലൈൻ കുർത്തി എങ്ങനെയാണോ ചെയ്യണതെന്ന് വെച്ചാൽ അതേപോലെ തന്നെയാണ് മാർക്കിംഗ് എല്ലാം. ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. 7 ഇഞ്ചാണ് ഷോൾഡർ. അതേപോലെ തന്നെ 7 ഇഞ്ചാണ് ആം ഹോൾ. അതിന്റെ കൂടെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിനും കൂടി ചേർത്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിലുള്ള ആം ഹോൾ വരയ്ക്കുക. ഞാനിവിടെ ഓർമ്മയില്ലാതെ ഫ്രണ്ടിലെയും വരച്ചു. പക്ഷെ ഫ്രണ്ടിലുള്ളത് വേണ്ട, നമുക്ക് ബാക്കിലുള്ളത് മാത്രം മതി. കാരണം ബാക്കിലെ പീസ് ആണല്ലോ മടക്കിയിട്ടത്. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നിങ്ങളുടെ ചെസ്റ്റ് വിഡ്ത്ത് എത്രയാന്ന് വെച്ചാൽ, അതായത് ചെസ്റ്റ് റൗണ്ട് എത്രയാന്ന് വെച്ചാൽ അത് എടുക്കുക. ഈസ് ഒക്കെ കൂട്ടിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഈസ് എടുക്കുക എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോസ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഒരു എയർലൈൻ കുർത്തി ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് അതിന്റെ ഒക്കെ ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അതിന്റെ ഒപ്പം എത്രയാണോ സീം അലവൻസ്, ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2 ഇഞ്ചെങ്കിലും സീം അലവൻസ് കൊടുക്കുക. ഞാനിവിടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അവിടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വേസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റ് നേരെ താഴേക്ക് ഇതേപോലെ യോജിപ്പിച്ച് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. അല്ല ഹിപ്പ് പോയിന്റും കൂടി മാർക്ക് ചെയ്ത് വരയ്ക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ, അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വരയ്ക്കാം. 2 രീതിയിലുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ വേസ്റ്റ് പോയിന്റ് അവിടുന്ന് നേരെ താഴേക്ക് വരയ്ക്കുന്നുണ്ട്. ആണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ അതിന് താഴ്ഭാഗത്ത് ഒരു ഷേപ്പ് വ്യത്യാസമുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. അപ്പൊ ആ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്യണം. അതിനെങ്ങനെയാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ ചെയ്തതെന്നുള്ളത് പറയാം. അപ്പൊ ക്ലോത്ത് മടക്കിയിട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 ഇഞ്ചാണ് എനിക്ക് മടക്കിയിട്ടപ്പോൾ കിട്ടുന്ന വിടുത്ത്. അതായത് 17 ഇഞ്ചിന് മടക്കിയിട്ടപ്പോൾ ഉള്ള വിടുത്ത് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. അത് നിവർത്തുന്ന സമയത്ത്, അതായത് മൊത്തമായിട്ട് ക്ലോത്തിന്റെ വിടുത്ത് എന്ന് പറയുമ്പോൾ 34 ഇഞ്ചാണ് ഉള്ളത്. ഈ 34 ഇഞ്ചിൽ നമ്മൾ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് വെച്ച് നമുക്ക് സീം അലവൻസ് പോകും. അപ്പൊ പിന്നെ ബാലൻസ് 33 ഇഞ്ചാണ് ഉണ്ടാവുക. ഈ 33 ഇഞ്ചിനെ /3 ചെയ്തു. കാരണം നമ്മൾ 3, അതായത് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് /3 ചെയ്തത്. അപ്പൊ നമുക്ക് ഒരു ഭാഗത്തേക്ക് 11 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഫോൾഡഡ് ആയിട്ട്, അതായത് തുണി നമ്മൾ മടക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് മാർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുണി മടക്കിയായി ഇട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ 11 ഇഞ്ചിനെ ഒന്നും കൂടി പകുതിയാക്കുക. 11 ഇഞ്ചിനെ പകുതിയാക്കുന്ന സമയത്ത് 5.5 ഇഞ്ചാണ് കിട്ടുക. അപ്പൊ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഞാൻ ഈ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം. നമ്മുടെ ആ ഒരു ക്ലോത്തിന്റെ മൊത്തം എത്രയാണോ ആ ക്ലോത്ത് നിവർത്തിയിടുമ്പോൾ ഉണ്ടാവുന്ന ആ അളവ് എടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന അളവിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 11 ഇഞ്ചാണ് കിട്ടുക. നമ്മൾ ക്ലോത്ത് നമുക്ക് മാർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മൾ ക്ലോത്ത് മടക്കിയിട്ടത് കൊണ്ട് തന്നെ ഈ 11 ഇഞ്ചിനെ ഒന്നും കൂടി നമ്മൾ /2 ചെയ്യുന്നു. അപ്പൊ നമുക്ക് 5.5 ഇഞ്ച് കിട്ടും. ഈ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ ഈ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അവിടെ ഒരു പോയിന്റ് കിട്ടി. ഒട്ടാകെ ലെങ്ത് എന്ന് പറയുന്നത് 44 ഇഞ്ചാണ്. എത്ര ലെങ്ത് മുകളിലേക്ക് വരണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഞാനൊരു 11 ഇഞ്ചാണ് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇഞ്ച് മാർക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ
നമ്മൾ പോയിന്റും അതുപോലെ തന്നെ ഈ ക്ലോത്തിന്റെ താഴ്ഭാഗത്ത് കിട്ടുന്ന മാക്സിമം വിഡ്ത്തും കൂടി യൂസ് ചെയ്തിട്ട് ഇതേപോലെ ആംഗിൾ ആക്കിയിട്ട് എയർലൈൻ മോഡൽ വരയ്ക്കുന്ന പോലെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലൈനിലേക്കല്ല നമ്മൾ 11 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. കാരണം നമ്മൾ മൊത്തമായിട്ടുള്ള അളവാണല്ലോ നമ്മൾ എടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ 11 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കോർണറിലേക്ക് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതേപോലെ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ 11 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും ഈ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും കൂടി യോജിപ്പിച്ചിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ സ്കെയിൽ വെച്ച് ഞാൻ ഇതേപോലെ വരയ്ക്കുന്നുണ്ട്. 11 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് നമ്മളെ ബേസ് പോയിന്റിലേക്ക് ചേർത്ത് വരയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം വരച്ച ഈ ലൈന് ആവശ്യമില്ല. അപ്പൊ അത് വരയ്ക്കുന്നില്ല. ഞാൻ പിന്നെ എങ്ങനെയാണ് നമ്മൾ വരച്ചാൽ ഉണ്ടാവുക എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ലൈന് നിങ്ങൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കത് ആവശ്യമില്ല. ഈ ഒരു വരച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ അതിൽ കറക്റ്റ് ഇങ്ങനെ അളവുകൾ എടുത്ത് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ചരിച്ച് വരച്ചാലും തെറ്റൊന്നുമില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഫ്രണ്ടില് വീനക്കാണ് വരുന്നത്. അപ്പൊ കുറച്ച് നെക്ക് വിഡ്ത്തും കുറച്ച് ഇറക്കവും ഉണ്ടെങ്കിലാണ് അത് കാണാൻ ഭംഗി ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഞാൻ 3.25 ഇഞ്ചാണ് നെക്കിന് വിഡ്ത്ത് കൊടുക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3.5 ഇഞ്ച് ഉണ്ടാവും. അപ്പൊ 3.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ചില് റൗണ്ട് ആക്കിയിട്ടാണ് ബാക്കിലെ നെക്ക് വരയ്ക്കുന്നത്. കാരണം ഫ്രണ്ടിലെ നെക്ക് നമ്മൾ ഇറക്കി വരയ്ക്കുന്നത് കൊണ്ട് തന്നെ ബാക്കിലെ നെക്കും നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ ഒന്നായിട്ട് നമ്മുടെ ഷോൾഡർ ഇങ്ങനെ താഴ്ന്ന് പോകും. അതായത് ഇങ്ങനെ ലൂസായിട്ട് പോകും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിലുള്ള നെക്കിന് ഇറക്കം കുറച്ച് കൊടുത്തത് കേട്ടോ. അപ്പൊ 1 ഇഞ്ച് ഇറക്കത്തിൽ ഇതേപോലെ റൗണ്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് ചെയ്തിട്ടുണ്ട്. വരച്ച അളവ് പ്രകാരം കട്ട് ചെയ്യുന്നുണ്ട്. താഴെ നമ്മൾ വരച്ചിട്ടുള്ള ആ ഷേപ്പ് പ്രകാരമാണ് കട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ബാക്കിലുള്ള നല്ല ക്ലോത്തിലാണ് കട്ട് ചെയ്ത് കാണിച്ചു തന്നത്. അതായത് ലൈനിങ് ഇല്ലാത്തവർക്ക് ബ്ലാക്കിലുള്ള ക്ലോത്തിലാണല്ലോ ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് ബാക്കിലുള്ള നല്ല ക്ലോത്തിൽ കട്ട് ചെയ്ത് കാണിച്ചത്. അപ്പൊ നിങ്ങൾ ലൈനിങ്ങും കൂടി വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിലുള്ള ക്ലോത്തിന്റെ സെയിം അളവിൽ നമ്മൾ എന്ത് ചെയ്യുക, ലൈനിങ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പീസ്, അതായത് 2 പീസ് ലൈനിങ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ ഒരു പീസ് ബാക്കിലുള്ള ആം ഹോളിനെ ഫ്രണ്ടിലുള്ള ആം ഹോൾ ആക്കിയിട്ട് മാറ്റിയും കൂടി ചെയ്യണം കേട്ടോ. അങ്ങനെ 2 പീസ് നിങ്ങൾ ലൈനിങ്ങും കൂടി ഇതിലേക്ക് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടിലുള്ള നല്ല ക്ലോത്തിന്റെ അതേ അളവിൽ ലൈനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ബാക്കിലുള്ള അതേ അളവിൽ ലൈനിങ് ചെയ്തിട്ട് അതിൽ ആം ഹോൾ മാത്രം ഫ്രണ്ടിലുള്ള ആം ഹോൾ ആക്കാൻ വേണ്ടി പറഞ്ഞത്. കാരണം ഫ്രണ്ടിൽ നമ്മൾ ബോക്സ് പ്ലീറ്റ് കൊടുക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി വിഡ്ത്ത് വരും. അപ്പൊ അത്രയും വിഡ്ത്ത് ലൈനിങ്ങിന് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമുക്ക് ഫ്രണ്ടിലുള്ള പീസ് എടുക്കാം. ഫ്രണ്ടിലുള്ള പീസ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ 44 ഇഞ്ച് ലെങ്ത്തിൽ രണ്ടാക്കിയിട്ട് തുണി മടക്കിയിട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ 17 ഇഞ്ചാണ് വിഡ്ത്ത് എടുത്തതെങ്കിൽ എത്രയാണോ നിങ്ങൾ നേരത്തെ എടുത്തിട്ടുള്ള വിഡ്ത്ത്, അതായത് മടക്കിയിരുന്ന സമയത്ത് എത്രയാണോ വിഡ്ത്ത് ഉണ്ടായിരുന്നത് ആ വിഡ്ത്തിനേക്കാളും 5 ഇഞ്ചെങ്കിലും എക്സ്ട്രാ ഉണ്ടാവണം നമ്മൾ രണ്ടാമത് മടക്കിയിടുന്ന പീസിന്, അതായത് ഫ്രണ്ടിലെ പീസിന്. ഇനി ശ്രദ്ധിക്കുക കേട്ടോ, നമ്മുടെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം വരുന്നത് ഇവിടെയാണ്. ഇപ്പൊ ഫ്രണ്ടിലുള്ള പീസ് നമ്മൾ ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടു. ഞാൻ പറഞ്ഞു നേരത്തെ എടുത്തതിനേക്കാളും 5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ 23 ഇഞ്ചാണ് മടക്കിയിടുമ്പോൾ കിട്ടുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ എത്രയാണ് എടുത്തതെന്ന് വെച്ചാൽ അതിന്റെ കൂടെ 5 ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കുക. 5-ൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ എത്രയാണോ എക്സ്ട്രാ എടുത്തതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. അപ്പൊ ഞാനിവിടെ 5 ഇഞ്ചാണ് എടുത്തത്. ആ 5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഒരു 11 ഇഞ്ച് ഞാൻ ഇറക്കം മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 11 ഇഞ്ച്, 11 എല്ലാവർക്കും ഒരു 11 ഇഞ്ച് മതിയാവും. കാരണം നമ്മൾ ഏറെക്കുറെ ഒരു 7 ഇഞ്ച് വരെയല്ലേ നെക്കിന് ഇറക്കം കൊടുക്കുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ കൊടുക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് 11 ഇഞ്ച് മതിയാവും. ഈ 11 ഇഞ്ചിൽ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. 5 ഇഞ്ച് വിഡ്ത്തിലും 11 ഇഞ്ച് ലെങ്ത്തിലും സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു 3-4 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുക. അതായത് ആ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ലോക്ക് ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം നമ്മളൊന്ന് അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് അവിടെ ബോക്സ് പ്ലീറ്റ് കൺവേർട്ട് ആയിട്ട് വരും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തുണി രണ്ടാക്കി മടക്കിയിടുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ലൈനിന്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബാക്ക് പീസ് വെക്കുക. ശ്രദ്ധിക്കുക, സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ലൈനിന്റെ മുകളിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. വെച്ചിട്ട് നമ്മൾ ബാക്ക് പീസിലുള്ള അളവ് പ്രകാരം സൈഡും നമ്മുടെ താഴത്തുള്ള ആ ഷേപ്പും ഒക്കെ അതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഇരിക്കുന്നത് നമ്മുടെ ബാക്കിലുള്ള ആം ഹോൾ ആണ്. അതിന് 1/2 ഇഞ്ച് ഉള്ളോട്ട് കുഴിച്ചിട്ടൊന്ന് ഫ്രണ്ടിലുള്ള ആം ഹോൾ ആക്കി മാറ്റുക. 3.25 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത്. ഞാൻ നെക്കിന് ഇറക്കമായിട്ട് ഒരു 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. വീനക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇറങ്ങുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക. നിങ്ങളുടെ സേഫ്റ്റി നോക്കുക. നിങ്ങൾക്ക് എത്ര ഇറക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ആ ഇറക്കത്തിനനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. 7 ഇഞ്ച് ഇറക്കത്തിൽ ഇതേപോലെ വി ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. ഇതിൽ കാണുന്ന പോലെ
ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ള 5 ഇഞ്ചും കൂടി ചേർത്ത് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ആം ഹോളും ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തിൽ ഒരു കുഞ്ഞ് സ്ലീവേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനൊരു കുഞ്ഞ് സ്ലീവാണ് മാർക്ക് ചെയ്യുന്നത്. ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ആയിട്ടുള്ള ഭാഗത്തെല്ലാം ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്ന പോലെ ആം ഹോൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. താഴത്തുള്ള വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. സൈഡ് യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുന്നുണ്ട്. സെന്ററിൽ ഒരു കട്ടും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. നമ്മളിവിടെ ലൈനിങ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ടാണ് നെക്കൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്യാൻവാസ് പേപ്പർ വെച്ച് ചെയ്യണമെങ്കിൽ ക്യാൻവാസ് പേപ്പറിൽ നെക്ക് വരച്ചിട്ട് ചെയ്താൽ മതി. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല അതായത് ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിലാണ് നമ്മൾ ലൈനിങ് വെക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രണ്ടിലെ പീസിൽ ഒരു ബോക്സ് പ്ലീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കറക്റ്റ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ അതിങ്ങനെ എന്താ പറയാ കറക്റ്റ് സെന്റർ ആക്കിയിട്ട് വെക്കുക. കറക്റ്റ് സെന്റർ ആക്കി വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക കേട്ടോ. കറക്റ്റ് സെന്റർ ആക്കി വെക്കണം. അപ്പം മാത്രമേ നമുക്ക് ആ ബോക്സ് പ്ലീറ്റ് ആയിട്ട് അത് കൺവേർട്ട് ആയിട്ട് വരുള്ളൂ. അപ്പോൾ കറക്റ്റ് ബാക്കിലുള്ള പീസ് കറക്റ്റ് സെന്റർ ആക്കി വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ലൈനിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മളെ മെയിൻ ക്ലോത്തിലാണ് വീനെക്ക് ഇരിക്കുന്നത്, ലൈനിങ്ങിലല്ല. അപ്പോൾ ആ വീനെക്കിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് അതേ വി ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ലോക്കിട്ട് തുടങ്ങുക. സെന്ററിൽ എത്തുമ്പോൾ അവിടെ നിർത്തുക. കൂട്ടർ പൊക്കി കൊടുക്കുക. തുണി ചരിച്ചിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്യുക. ലോക്ക് ഇടുക, നിർത്തുക. എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിലാണ് വി ഷേപ്പ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ലൈനിങ്ങിൽ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ട്. ആ എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. ലൈനിങ് ഒന്ന് നിവർത്തിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ലൈനിങ് നമ്മുടെ നല്ല ക്ലോത്തിന്റെ അടിവശത്തേക്ക് വെച്ചിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യാം. 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് കുറച്ച് അടുപ്പിച്ചിട്ടും ഒന്ന് കുറച്ച് വിട്ടിട്ടും കൊടുക്കുക. അങ്ങനെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നെക്ക് കുറച്ചും കൂടി ഫിനിഷിംഗ് ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മളെ നെക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ചീത്ത ഭാഗത്ത് നമ്മൾ ലൈനിങ് മാറ്റി കഴിയുമ്പോൾ നമ്മൾ ആ ബോക്സ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്തിന്റെ വായുഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ടാവും. ആ ഒരു വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് മാത്രമേ സ്റ്റിച്ച് ഉണ്ടാവുള്ളൂ. ബാക്കി ഭാഗം ഓപ്പൺ ചെയ്തിട്ടാണ് ഉണ്ടാവുക. നിങ്ങളുടെ കയ്യിൽ ഓവർലോക്ക് ഉള്ള മെഷീൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർലോക്ക് കൊടുക്കാം ആ ഒരു ഭാഗം, അതൊന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രണ്ടിലെ പീസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ബാക്കിലെ പീസും ലൈനിങ് വെച്ചിട്ടൊന്ന് നെക്ക് ചെയ്തെടുക്കുക. ബാക്കിൽ ചെയ്യുമ്പോൾ റൗണ്ട് നെക്കാണ്, ഫ്രണ്ടിൽ വി നെക്കാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിൽ ബോക്സ് പ്ലീറ്റിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല, അത് പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. നെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഞാനൊരു ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സ്ലീവിന്റെ സെന്റർ നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. സെന്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. എപ്പോഴും സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യും. ഇനി ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ താഴ്ഭാഗത്ത് ഷേപ്പിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഷേപ്പ് മിസ്സായി പോവാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, താഴ്ഭാഗം മടക്കി തയ്ക്കുക. 2 മടക്കാക്കിയിട്ട് ആ ഷേപ്പ് മിക്സ് ആവാണ്ട് തയ്ക്കണം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ റയോൺ മെറ്റീരിയൽ ആണ്. ഇതേപോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഏത് മെറ്റീരിയൽ ആണ്, ഇപ്പോൾ കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഓവർ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത്. അപ്പൊ ആ ഒരു ക്ലോത്തിന്റെ അലൈൻമെന്റ് തെറ്റിപ്പോവും. അത് സ്ട്രെച്ച് ആവും, നന്നായിട്ട് സ്ട്രെച്ച് ആയിട്ട് ചുളിവുകൾ വരും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ആ ക്ലോത്തിനെ വളരെ ഫ്രീ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. വലിച്ചു പിടിച്ചൊന്നും സ്റ്റിച്ച് ചെയ്യാണ്ടിരിക്കുക. വളരെ ഫ്രീ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചുളിവുകൾ വീഴും. അതേപോലെ തന്നെ 2 സൈഡിലും താഴ്ഭാഗം മടക്കി തയ്ക്കുക. സൈഡ് അളവ് പ്രകാരം ജോയിൻ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ഇപ്പോഴത്തെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സും കൂടിയാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇതിപ്പം ടോപ്പും അതുപോലെ തന്നെ പാന്റും സെയിം കളറാണ് ഇത് തന്നിട്ടുള്ള റെഫറൻസ് പിക്ക്. അപ്പൊ സെയിം ആയിട്ടാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 4.5 മീറ്റർ ക്ലോത്ത് എടുക്കണം കേട്ടോ. പാന്റിന് വേണ്ടിയിട്ട് 2 മീറ്റർ എക്സ്ട്രാ എടുക്കണം. ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ആൾ.